ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആകാശ് വ്ളോഗ്സ്. നല്ല ക്ഷീണമുണ്ട്. ഇന്നത്തെ ഇൻട്രോ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് അറിയാം. ഇന്നലത്തെ ദിവസം ഇപ്പോൾ തുടക്കത്തിൽ എന്ന് പറയുകയാണെങ്കിൽ ജപ്പാനിൽ എത്തിയിട്ട് നമ്മൾ മൂന്നാമത്തെ ദിവസമാണ്. ജപ്പാനിലെ രണ്ടാമത്തെ ദിവസമാണ്. ഫസ്റ്റ് ദിവസം മൊത്തം ട്രാവലിംഗ് ആയിരുന്നു. സെക്കൻഡ് ദിവസം ഇന്നലെ ഒരുപാട് ടെമ്പിൾസും അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു. മൂന്നാം ദിവസം ഇന്ന് നമ്മൾ പോകുന്നത് മൗണ്ട് ഫുജി, ജപ്പാനിലെ ഏറ്റവും വലിയ വോൾക്കാനിക് മൗണ്ടെയിനാണ്. ഭയങ്കര ഫേമസ് ആണ്, നിങ്ങൾ പലരും കേട്ട് കാണും. ജപ്പാനിലെ ഏറ്റവും ലാസ്റ്റ് വോൾക്കാനോ വന്ന മൗണ്ടെയിനാണ് ഏറ്റവും ലാസ്റ്റ് വന്നത്. അത് തന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 10,000 അടുത്ത വർഷമായിട്ടാണ്. 400 years ആയി. ബട്ട് നമ്മൾ ഇന്നലെ രാത്രി ഒരു സാഹസികം കാണിച്ചതിൻ്റെ ഫലമാണ് എൻ്റെ ഈ ക്ഷീണം. നിങ്ങൾ കണ്ടു കാണും. പെട്ടെന്ന് തീരുമാനിച്ചൊരു തീരുമാനമായിരുന്നു, വേറെ ഒന്നുമല്ല. ഷിബുയ ജംഗ്ഷൻ, ലോകത്തിലെ അറ്റ് എ ടൈം ആ ജംഗ്ഷനിൽ ഗ്രീൻ സിഗ്നലിൽ വരുമ്പോൾ 3000 പേർക്ക് പോകാൻ പറ്റുന്ന അത്രയും വലിപ്പമുള്ളൊരു വലിപ്പമുള്ള സിഗ്നൽ കഷ്ടപ്പെട്ട് ഇവിടുന്ന് നമ്മൾ താമസിക്കണം. ഇവിടുന്ന് ഒരു 10-16 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ടൂർ അതിനറിയില്ല. പക്ഷേ നമ്മുടെ ഗൈഡ് ചേട്ടനായിട്ട് നല്ല കമ്പനി ആയതുകൊണ്ട് അച്ഛനും പിന്നെ ക്ഷീണമായതുകൊണ്ട് വന്നില്ല. ഞാനും 2 ഗൈഡ് ചേട്ടന്മാരുണ്ട്, പാവങ്ങൾ. ബെൻസൻ ചേട്ടനും പിന്നെ ഒരു ചേട്ടനും കൂടെ ഉണ്ട്. സോറി ചേട്ടാ, പേര് പറഞ്ഞുപോയി. അത് ഞാൻ വരുന്ന വഴിക്ക് ഇനി കണ്ടിന്യൂലി പറയുന്നതായിരിക്കും. അപ്പോൾ 2 ചേട്ടന്മാരായിട്ട് അടിച്ചു പൊളിച്ച് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം എല്ലാം മറന്നു. അടിപൊളിയായിരുന്നു സത്യം പറയാം. അവിടെ നിന്ന് കണ്ട് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ പോലെ മെട്രോ ഇല്ല. മെട്രോ ക്ലോസ് ആയി. വെളുപ്പിന് 1 മണിയായി. മെട്രോ 12 മണിക്ക് മിഡ് നൈറ്റിന് ക്ലോസ് ചെയ്യും. അങ്ങനെ അവിടെ ബസ് ട്രാൻസ്പോർട്ട് നോക്കി, ടാക്സി നോക്കി. 7,000 രൂപയാണ് കുറഞ്ഞത്. നോക്കി 1:30-2 മണിയായപ്പോൾ പണി പാളും, ഉറക്കം പോകും. അതായത് ഇന്ന് ഉറക്കം വേണ്ട ദിവസമാണ്. ഉറക്കം പോകുന്നു മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ഒന്നും നോക്കിയില്ല. നമ്മളങ്ങോട്ട് ടാക്സി പിടിച്ചു. പാവം ചേട്ടന്മാർ എനിക്ക് വേണ്ടി 6,000 രൂപയായി. നമ്മൾ വേറെ ടാക്സിയൊക്കെ നോക്കിയപ്പോൾ മിനിമം 6,000 രൂപ വരെ വന്നു. 6,000 രൂപ മുടക്കി 10-16 കിലോമീറ്റർ അപ്പുറം നിന്നും ഇവിടെ ഹോട്ടലിലേക്ക്. ബട്ട് ഇന്ന് ക്ഷീണമൊന്നും കുഴപ്പമൊന്നുമില്ല. ബസ്സിൽ കിടന്ന് നമുക്ക് 2 hour ട്രാവലിംഗ് ഉണ്ട് ഈ മൗണ്ട് ഫുജിയിലേക്ക് പോകുന്ന വഴി. ആ ഒരു ട്രാവലിൻ്റെ സമയം നമ്മൾ ഒരു 1.5 മണിക്കൂർ ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ദിവസം ഇന്നലത്തേക്കാളും പൊളിയാണ്. ചൈനയിലെത്തിയിട്ട് ഡേ 1 നമ്മൾ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിൽ പോയ പോലത്തെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഇന്ന് നമ്മൾ മൗണ്ട് ഫുജി പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. എനിവേ ഒന്നും അധികം പറഞ്ഞ് ചെലവാക്കുന്നില്ല. നേരെ പോയി ഒന്ന് പല്ലേക്കട്ടെ, കുളിക്കട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, ഇറങ്ങട്ടെ. ലെറ്റ്സ് സ്റ്റാർട്ട്. നല്ലൊരു കിണ്ണം കാച്ചി ഫുഡൊക്കെ കഴിച്ച് വന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിന്ന് ഒരുപാട് താമസിച്ചു പോയി. സത്യം പറയാം, എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാണ്. ഇച്ചിരി കഷ്ടപ്പെടേണ്ടി, പെട്ടെന്ന് ഓടിപ്പടിച്ച് കഴിച്ചെന്നൊക്കെ ഉള്ളൂ. പക്ഷെ ഇച്ചിരി നല്ലതാണ്. ഉറക്കം വിട്ടൊരു കളിയില്ല, കളി പാടരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഉറക്കം ഇല്ലെങ്കിൽ അന്നത്തെ ദിവസമേ പോകും. ഇപ്പം എനിക്ക് ഞാൻ 2 മണിക്ക് ഉറങ്ങിയത്. 3, 4, 5, 6, 7, 7:30, 8 കുടിക്കും. 6 മണിക്കൂർ മതി, ധാരാളമാണ്. 6 മണിക്കൂറൊക്കെ ധാരാളം ഉറക്കം. 5 മണിക്കൂറൊക്കെയാണ് സാധാരണ ഈ ചെറുതായിട്ട് ഉറങ്ങണവർ, ഞാനുൾപ്പെടെ ഉറങ്ങണത്. ഈ എന്തെങ്കിലും പെട്ടെന്നൊക്കെ പിറ്റേ ദിവസം വല്ല പരിപാടിയും വരുമ്പോൾ തലേ ദിവസം ഉറങ്ങണത് ഈ 5 മണിക്കൂറൊക്കെ ആയിരിക്കും. പക്ഷെ 6 മണിക്കൂർ ഓക്കെ ടീക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. എനിവേ പെട്ടിയെന്ന് വെച്ചാൽ നമുക്ക് റൂം നമ്മുടെ ഹോട്ടലിൽ വെക്കേറ്റ് ചെയ്യുന്നത് നാളെയാണ്. സോ നമ്മൾ നമ്മുടെ ഹാൻഡ് ബാഗ് ഇന്നലെ കൊണ്ടുപോയ പോലെ തന്നെ ഹാൻഡ് ബാഗ് കൊണ്ടുപോകുന്നു. ഇവിടുന്ന് ശേഷം ഞാൻ പറഞ്ഞ പോലെ 2 മണിക്കൂറോളം ട്രാവലുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്.
ഓൾറെഡി ഇപ്പോൾ പോകുന്നത് 900 മീറ്റർ ആണ് നമ്മൾ വണ്ടിയിലൂടെ പോകുന്നത്. അവിടെയാണ് നമ്മുടെ ഇൻഫർമേഷൻ സെന്റർ ഉള്ളത്. ഓക്കെ, സോ അവിടുന്ന് നമ്മൾ ആ ഏരിയയിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുവാണ്. നമ്മൾ ആ പോകുന്ന വഴിയാണ് ഈ കേർവും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ കറന്റ് ഇപ്പോൾ സ്നോ ഇല്ല, സ്നോ ഏറ്റവും ടോപ്പിൽ മാത്രമേ ഉള്ളൂ, കാരണം ടൈം ഇതാണ്. പിന്നെ നമ്മൾ ചെറി ബ്ലോസവും ആ ഏരിയയിലില്ല, കാരണം നമുക്കിപ്പോൾ നമ്മൾ നിൽക്കുന്നത് സൗത്ത് സൈഡിലാണ്. ചെറി ബ്ലോസം ഉള്ളത് ടോപ്പിലാണ്, നോർത്ത് സൈഡിലാണ്. സോ കറന്റ് ഇപ്പോൾ അവിടെ ചെറി ബ്ലോസവും ഇല്ല, സ്നോയും ഇല്ല. സ്നോ ഉള്ളത് ഏറ്റവും ടോപ്പിലാണ്. നമ്മൾ 900 മീറ്റർ എബോവ് ആ മല കയറി പോകുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഏകദേശം വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പറഞ്ഞ പോലെ ഒരു 50 മിനിറ്റ്സ് ബ്രേക്കാണ്. ആവശ്യമില്ല, നമ്മൾ എല്ലാം ഓക്കെ ആണെങ്കിലും ജസ്റ്റ് ഒരു ബ്രേക്ക്, കുറച്ച് പേർക്കൊക്കെ ടോയ്ലറ്റൊക്കെ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നമ്മൾ ബസ്സിൽ തന്നെയായിരുന്നു. നമ്മൾ വന്ന ബസ്സാണ്. അപ്പോൾ ഇനി ഒരു 1 അവർ ട്രാവലുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ മൗണ്ട് ഫുജിയിലെത്തും. മൗണ്ട് ഫുജിയിൽ ഏറ്റവും പോകുന്നതിൻ്റെ ഏറ്റവും ടോളസ്റ്റ് നമ്മൾ പൊക്കമുള്ള സ്ഥലത്ത് വരെ നമ്മൾ പോയി. ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് ഒരു 900 മീറ്റർ വരെ നമ്മൾ പോകും. അപ്പോൾ തന്നെ ഒരു നല്ലൊരു പൊക്കവും നല്ല തണുപ്പും ഉണ്ടാവും. ഒന്നാമത് ഇവിടെ തന്നെ ഞാൻ ജാക്കറ്റ് ഇട്ട് നിൽക്കണമെങ്കിലുള്ള തണുപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും. വെയിലാണ് ഇവിടെ, പക്ഷെ നല്ല തണുപ്പാണ്. ഒരു ദുബായിൽ എന്താ പറയുക, ഒരു എന്താ പറയുക, ഒരു ജനുവരി ഫെബ്രുവരിയിലുള്ള ഒരു ക്ലൈമറ്റ് ഇല്ല, ആ ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഇപ്പോൾ. ബട്ട് അടിപൊളിയാണ്. ജപ്പാനിൽ നിൽക്കണത് ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം ഒന്നും നമുക്ക് കേൾക്കില്ല. ഇനി ഇവിടുന്ന് ഒരു 1 അവർ ഉണ്ട്. 1 അവർ മൗണ്ട് ഫുജി കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേ നമ്മൾ വന്ന പിച്ചിന് താമസിച്ചു. ഏത് കാര്യത്തിൽ ചെറി ബ്ലോസം, ജപ്പാനിൽ മെയിൻ ഒരു കാര്യമാണ് ചെറി ബ്ലോസം. ചെറികളിങ്ങനെ ഉള്ള എല്ലാ മരങ്ങളും, ജപ്പാനിലൊരു 70% മരങ്ങളും ചെറികളാൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. പക്ഷെ ആ ഒരു ടൈം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. എനിവേ ജപ്പാനിലാണ് ആ ഒരു ഹാപ്പിനെസ് ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്, ഇനി അങ്ങോട്ടും ഉണ്ട്. ഇനി റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടി കയറുന്നു. ജസ്റ്റ് 1 അവർ. എൻ്റെ ബ്ലോഗിൽ ഫുള്ള് ഞാൻ തന്നെ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധാരണ നമ്മൾ ഓരോ രാജ്യത്ത് വരുമ്പോൾ അവിടുത്തെ ഫുഡിൻ്റെയും അതിൻ്റെ വിലയൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളെ കാണിക്കുന്നൊരു പതിവുണ്ട്. ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഫുഡ് ഏകദേശം നോർമലാണ്, നമ്മുടെ നാട്ടിൽ തന്നെ ഏകദേശം എമൗണ്ടൊക്കെ ഉള്ളൂ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ സ്റ്റേഷനറി സാധനങ്ങൾ, അതിന് ഇച്ചിരി നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇതുപോലത്തെ ഒരു കുഞ്ഞ് പൗച്ച് പോലത്തെ ഒരു ഡോഗിൻ്റെ പൗച്ചിന് 970 yen. അപ്പോൾ നാട്ടിലൊരു 700 രൂപ ഇന്ത്യൻ മണി വരും. ഒരു കുഞ്ഞു പൗച്ചിൻ്റെ കാര്യമാണ് പറയുന്നത്. പ്രശ്നം പറ്റി നമ്മൾ വന്ന സമയം ഇപ്പോൾ മൗണ്ട് ഫുജിയിൽ മൊത്തം മഞ്ഞ് മൂടി കിടക്കുകയാണ്. ബട്ട് കുഴപ്പമില്ല, ഒരു സ്റ്റേജ് വരെ നമുക്ക് പോകാം. അതിനപ്പുറം ഒരു സ്റ്റേജിൽ നമുക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ റെസ്ട്രിക്റ്റഡ് ആണ്. പോയവർക്കൊക്കെ അറിയാം, ഭാഗ്യമാണ് ഇതിൻ്റെ മെയിൻ കളി. എപ്പോൾ വന്നാലും ഇതൊരു ഭാഗ്യമേൽ കളി എന്നൊക്കെ പറയില്ലേ, ഭാഗ്യം ഉണ്ടെങ്കിലേ കയറാൻ പറ്റുള്ളൂ അങ്ങ് അറ്റം വരെ. മാക്സിമം ഒരു പോയിന്റ് വരെ ഉണ്ട്, അതിനപ്പുറം വിടില്ല. പക്ഷേ ആ ഒരു പോയിന്റിലേക്ക് എത്താനും ക്ലൈമറ്റ് ഒരു മെയിൻ ഘടകമാണിതിൽ. എനിവേ നമ്മളൊരു സ്റ്റെപ്പ് വരെ ഇപ്പോൾ പോകും. ഏകദേശം മഞ്ഞൊക്കെ കാണും. അതിനുശേഷം നമ്മുടെ മൗണ്ട് ഫുജിൻ്റെ താഴത്തുള്ള റിവർ ക്രൂസിലൂടെയാണ് നമ്മുടെ അടുത്ത പരിപാടി. ഈ ലഞ്ച് കഴിഞ്ഞിട്ട് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് ലഞ്ച്. അങ്ങനെ സൂപ്പർബായ ഒരു ലഞ്ചിന് ശേഷം നമ്മൾ ഇനി പോകുന്നത് ഇവിടുത്തെ ഓൾഡ് വില്ലേജസ് കുറേയുണ്ട്. നല്ല അടിപൊളി വില്ലേജസ് എന്നാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. അവിടേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ മൗണ്ട് ഫുജി, ജപ്പാനിലെ ഏറ്റവും വലിയ മൗണ്ടൈനായ മൗണ്ട് ഫുജി, നമ്മൾ നേരത്തെ കണ്ട മൗണ്ട് ഫുജിയുടെ താഴത്തുള്ള ലേക്കിൽ കൂടെ ഒരു ബോട്ട് ക്രൂസും ഉണ്ട്. ഇത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. സോ നെക്സ്റ്റ്.
ജപ്പാനിലെത്തിയിട്ട് ഒരു ചെറി ബ്ലോസം ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് വണ്ടി കൂടെ പോകുമ്പോൾ ഒരു 1-2 കാണുന്നതല്ലാതെ മെയിനായിട്ട് ഒന്നും കാണാൻ പറ്റിയില്ല. നമ്മളിവിടുത്തെ വില്ലേജിന്റെ ഇവിടെ വന്നപ്പോഴാണ് മെയിനായിട്ട് ഒരു മരയ്ക്ക് ഒരു ചെറി ബ്ലോസം കാണാൻ പറ്റിയത്. മെയിനായിട്ടൊരു മാർച്ച് ഏപ്രിൽ മെയിലേക്ക് വരെ എത്തൂല നമ്മുടെ ചെറി ബ്ലോസം. പക്ഷെ റെയർലി നമ്മൾ കാണാൻ പറ്റി. കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. എന്താ പറയാ, ജപ്പാന്റെ ഒരു മെയിൻ ഒരു ഫേസ് എന്ന് തന്നെ പറയാം ചെറി ബ്ലോസം. ഒരു മാർച്ചില് ഏപ്രിലില് അത് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളെ കാണിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. നമ്മുടെ ടൂർ ഗൈഡ് എല്ലാമായ ബെൻസൻ ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെയുള്ള നമ്മുടെ ട്രിപ്പ്? അടിപൊളി. താങ്ക് യു സ്കൈ. പറഞ്ഞോ സ്കൈ ടൈപ്പിന് താങ്ക് യു പറ. ഞങ്ങള് എന്താ പറയാ വന്നൊരു 2 ദിവസമേ ഉള്ളൂ. പക്ഷെ ഞങ്ങള് ഭയങ്കര വൈബായി. ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ എവിടെ പോയി ഷിബുയ ജംഗ്ഷനിലൊക്കെ പോയി അടിച്ചുകൊണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ്, ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് ഒരു 3 വർഷം മുമ്പ് കാശ്മീർ പോയപ്പോൾ അവിടുത്തെ ഡാൽ ലേക്കിന്റെ അടുത്തുനിന്ന് ഇച്ചിരി കൂടെ മാറുമ്പോൾ ഇങ്ങനെ ഒരു ക്രൂസ് ഉണ്ട്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അതിന്റെ വേറൊരു കൾച്ചറാണെന്ന് തന്നെ പറയാം. എന്താണ്, അധികം ക്രൗഡ് ഇല്ല. എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ബട്ട് ജപ്പാനിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അടിപൊളി ഒരു വൈബാണ്. ഈ ഓരോ രാജ്യങ്ങൾക്കും ഓരോ ഒരു കൾച്ചറാണെന്ന് പറഞ്ഞ പോലെ ഇവിടെ വേറൊരു കൾച്ചറാണ്. സ്ഥലങ്ങൾക്കായാലും ഇവിടുത്തെ ബോട്ടിന്റെ ക്രൂസ് ട്രിപ്പിനായാലും എല്ലാത്തിനും. ജപ്പാനിലെ നമ്മളിപ്പോൾ ഈ ബോട്ട് ക്രൂസിൽ നിന്ന് ഇറങ്ങി ഇങ്ങനത്തെ ഒരു അടിപൊളി ഒരു സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ എന്താ പറയുക, ന്യൂയോർക്കിലാണോ എന്തിനേറെ ജപ്പാനിൽ തന്നെ ഇങ്ങനെ എത്തുമെന്നൊരു സ്വപ്നം പോലും കണ്ടിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. കൃത്യം ഒരു വർഷം മുമ്പ് ഈ സമയത്ത് പറഞ്ഞ പോലെ ചൈനയിൽ നിൽക്കുമ്പോൾ ജപ്പാനിന്നൊരു തൊട്ടേ മൈൻഡിലില്ലായിരുന്നു. ഭയങ്കര എക്സ്പെൻസീവാണ് വരാൻ. ആണെങ്കിൽ തന്നെ വിസ കിട്ടാൻ ഒരുപാട് പാടാണ്. അങ്ങനത്തെ കുറേ കടമ്പകളൊക്കെ കാരണം ഇതെങ്ങനെ വരും എന്ന് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര പോസിറ്റീവ് ഫീലാണ്. ഓരോ സ്ഥലം ഈ എന്താ പറയുക, ഈ ഷോപ്പിൻ്റെ അവിടെ പോയി നിൽക്കുമ്പോൾ പോലും ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം. അതൊന്ന്. രണ്ടാമത്തെ ഇവിടുത്തെ സീനറീസ്, ഓരോ സീനറീസും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്.